ത്രില്ലർ സിനിമകളും നോവലുകളും ഒക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ ആകാംക്ഷ നിലനിർത്തിക്കൊണ്ടാണ് ഇത്തരം കഥകളൊക്കെ പുരോഗമിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഇതിനേക്കാൾ ഏറെ നിഗൂഢമായതും നമ്മൾ എത്ര ആഴത്തിൽ ചിന്തിച്ചാലും നമുക്ക് പിടിതരാത്തതുമായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊന്നാണ് സൊമേർട്ടൺ മാൻ എന്ന പിൽക്കാലത്ത് അറിയപ്പെട്ട 1948 സൗത്ത് ഓസ്ട്രേലിയയിലെ അഡ്ലെയ്ഡിലുള്ള സൊമേർട്ടൺ ബീച്ചിൽ കണ്ടെത്തിയ മൃതദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങൾ. അപകടങ്ങളിൽപ്പെട്ട് ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി പോകുന്നവരുടെയും തീപിടുത്തത്തിൽ മരിക്കുന്നവരുടെയും ഒക്കെ മൃതദേഹം തിരിച്ചറിയാൻ പോലീസ് നന്നേ ബുദ്ധിമുട്ടാറുണ്ട്. എന്നാൽ മൃതദേഹത്തിന് യാതൊരുവിധ കുഴപ്പങ്ങളില്ലാതിരുന്നിട്ടും, എന്തിനേറെ പറയുന്നു, മുഖത്തെങ്ങും ഒരു ചെറിയ പോറൽ പോലും ഇല്ലാതിരുന്നിട്ടും 76 വർഷത്തോളം പോലീസിനെ ചുറ്റിച്ചതാണ് സൊമേർട്ടൺ ബീച്ചിൽ അന്ന് കണ്ടെത്തിയ മൃതദേഹം. 76 വർഷമെന്ന് പറയുമ്പോൾ ഇന്നിതേവരെ അതാരാണെന്ന് സ്ഥിരീകരിക്കാൻ പോലീസിനോ മറ്റധികാരികൾക്കോ കഴിഞ്ഞിട്ടില്ല. വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ. 1948 ഡിസംബർ 1 ഓസ്ട്രേലിയയിലെ അഡ്ലെയ്ഡിലുള്ള സൊമേർട്ടൺ ബീച്ച്. അന്നും പതിവ് പോലെ പ്രഭാത സവാരിക്കായി ആളുകൾ ബീച്ചിലെത്തി. അന്നവർ കണ്ടത് കടൽഭിത്തിയോട് ചേർന്ന് തലവെച്ച് വൃത്തിയുള്ള സ്യൂട്ടും ടൈയും ഒക്കെ അണിഞ്ഞ് ഒരു മനുഷ്യൻ കിടക്കുന്നു. അയാളുടെ ഷൂസ് തൊട്ടടുത്ത് പോളിഷ് ചെയ്തതുപോലെ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. അവർക്ക് കൗതുകം തോന്നി. കാരണം ബീച്ചിൽ വെയിൽ കായാൻ വരുന്നവർ ധരിക്കുന്ന ഒരു വേഷമായിരുന്നില്ല അത്. അവർ അടുത്തെത്തി പരിശോധിച്ചു. അതൊരു മൃതദേഹമായിരുന്നു. ഏകദേശം 40-നും 50-നും ഇടയിൽ പ്രായം വരുന്ന ഒരു മനുഷ്യൻ. പോലീസ് എത്തി. പരേതന്റെ തലയ്ക്കരികിൽ പകുതി വലിച്ച നിലയിൽ ഒരു സിഗരറ്റ് ഉണ്ടായിരുന്നു. അതായത് വലിച്ചുകൊണ്ടിരുന്നപ്പോൾ കയ്യിൽ നിന്ന് ഊർന്നു പോയതുപോലെയായിരുന്നു അതിന്റെ സ്ഥാനം. പോലീസ് മൃതദേഹം റോയൽ അഡ്ലെയ്ഡ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. മൃതദേഹം പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് മരണസമയം ഏകദേശം പുലർച്ചെ 2:30-നാണെന്നാണ്. വിഷമുള്ളിൽ ചെന്നതാകാം മരണകാരണമെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും അത് സാധൂകരിക്കാനായി തെളിവുകളൊന്നും തന്നെ കിട്ടിയില്ല. പരേതന്റെ വസ്ത്രങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ക്ലോത്ത് ടാഗുകൾ ശ്രദ്ധാപൂർവം പറിച്ചു മാറ്റപ്പെട്ട നിലയിലായിരുന്നു. അയാളുടെ പോക്കറ്റിലാകട്ടെ അഡ്ലെയ്ഡിൽ നിന്ന് ബീച്ച് വരെ വരാനുള്ളൊരു ബസ് ടിക്കറ്റ്, 2 ചീപ്പ്, 1 പാക്കറ്റ് ആർമി സിഗരറ്റ്, 1 പാക്കറ്റ് ചൂയിംഗം എന്നിവ മാത്രമാണ് ഉണ്ടായിരുന്നത്. ക്യാഷോ ID കാർഡോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതായത് അയാൾ ആരാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകളൊന്നും തന്നെ ഇല്ല എന്ന് ചുരുക്കം. അയാളുടെ ട്രൗസറിന്റെ പോക്കറ്റ് റിപ്പയർ ചെയ്യാൻ അത്ര സാധാരണമല്ലാത്ത ഒരു ഓറഞ്ച് നൂൽ ഉപയോഗിച്ചിരുന്നു. മരിച്ചതാരാണെന്ന് തിരിച്ചറിയാനാവാതെ പോലീസ് കുഴങ്ങി. അഡ്ലെയ്ഡ് കൊറോണറായിരുന്ന തോമസ് ക്ലീലാൻഡിന് താനൊരു പസിലിൽ അകപ്പെട്ടു പോയതുപോലെ തോന്നി. കാരണം പ്രത്യക്ഷത്തിൽ എളുപ്പമാണെന്ന് വിചാരിച്ചൊരു കേസായിരുന്നു അത്. എന്നാൽ അത് പതിയെ പതിയെ സങ്കീർണമായി മാറുകയായിരുന്നു. കാരണം മരണകാരണം എന്തെന്ന് തെളിയിക്കാൻ ഇതേവരെ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം വിഖ്യാതനായ പ്രൊഫസർ സർ സെഡ്രിക് സ്റ്റാൻഡൺ ഹിക്സിനോട് അഭിപ്രായം ആരാഞ്ഞു. പ്രൊഫസർ ഹിക്സ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: വിഷമുള്ളിൽ ചെന്ന് തന്നെയാകാം മരണകാരണം. അതിനുപയോഗിച്ചിരിക്കുന്നത് മരണശേഷം തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ചെയ്തു പോകാൻ സാധ്യതയുള്ള ഒരു വിഷമായിരിക്കാം എന്നതായിരുന്നു. അദ്ദേഹം 2 വിഷത്തിന്റെ പേരും തോമസ് ക്ലീലാൻഡിന് നൽകി: ഡിജിറ്റലിസും സ്ട്രോഫാന്തിനും. ഹിക്സിന് കൂടുതൽ സംശയം സ്ട്രോഫാന്തിനായിരുന്നു. സ്ട്രോഫാന്തിൻ എന്ന് പറയുന്നത് ചില ആഫ്രിക്കൻ ചെടികളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരുതരം ഗ്ലൈക്കോസൈഡ് ആയിരുന്നു. ചില സൊമാലി ഗോത്രവർഗ്ഗക്കാർ അവരുടെ അമ്പുകളിൽ പുരട്ടുന്ന വിഷം. പോലീസ് അന്വേഷണം തുടങ്ങി. പരേതന്റെ ഫോട്ടോ ന്യൂസ് പേപ്പറുകളിൽ പ്രചരിപ്പിച്ചു. എന്നാൽ ആർക്കും അയാളെ തിരിച്ചറിയാനായില്ല. ആ ഫോട്ടോ കണ്ട് ചിലരൊക്കെ മോർച്ചറിയിൽ എത്തിയിരുന്നു. എന്നാൽ അവർക്കൊന്നും പരിചയമുള്ള ആളായിരുന്നില്ല അത്. അതോടെ പോലീസിന് സംശയം തോന്നി, ഇയാൾ ഇനി പുറത്തുനിന്ന് വന്ന ആളാണെങ്കിലോ? അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. റെയിൽവേ സ്റ്റേഷനുകൾ, ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ലഗേജുകളോ മറ്റോ കിട്ടുമോ എന്നായിരുന്നു അവരുടെ ചിന്ത. ആ അന്വേഷണം ഫലം കണ്ടു. ഈ മൃതദേഹം കണ്ടെത്തുന്നതിന് ഒരു ദിവസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ നവംബർ 30-ന് അഡ്ലെയ്ഡ് സെൻട്രൽ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമിൽ ഒരു വ്യക്തി ഒരു ബ്രൗൺ സ്യൂട്ട് കേസ് നിക്ഷേപിച്ചിരുന്നു. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷവും അത് തിരിച്ചെടുക്കാൻ ആരും തന്നെ വന്നിരുന്നില്ല. അത് പോലീസിന്റെ കൈകളിലെത്തി. ഒരു ബ്രൗൺ നിറത്തിലുള്ള സ്യൂട്ട് കേസ് ആയിരുന്നു അത്. അതിൽ നിന്നും കാര്യമായിട്ടൊന്നും പോലീസിന് കിട്ടിയില്ല. 3 വസ്ത്രങ്ങളിലൊഴികെ ബാക്കിയുള്ള വസ്ത്രങ്ങളിൽ നിന്ന് ശ്രദ്ധാപൂർവം ക്ലോത്ത് ടാഗുകൾ പറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. ടാഗുകൾ ഉള്ളതിലാകട്ടെ കീൻ, ടീക്കീൻ എന്നീ 2 വാക്കുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് പോലീസിന് എങ്ങുമെത്താനായില്ല. പരേതന്റെ ട്രൗസർ റിപ്പയർ ചെയ്യാൻ അത്ര സാധാരണമല്ലാത്തൊരു ഓറഞ്ച് നൂൽ ഉപയോഗിച്ച കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അങ്ങനെ ഒരു നൂൽ ആ സ്യൂട്ട് കേസിൽ നിന്നും കിട്ടി. ഇതൊക്കെ കൊണ്ട് ഈ സ്യൂട്ട് കേസ് പരേതന്റേതാണെന്ന് പോലീസ് ഉറപ്പിച്ചു. എന്നാൽ അയാളുടെ ഐഡന്റിറ്റി മാത്രം കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ പോലീസ് വലഞ്ഞു. അങ്ങനെ അവർ അഡ്ലെയ്ഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന ജോൺ ക്ലീലാൻഡിനെ മൃതദേഹ പരിശോധന ഏൽപ്പിച്ചു. അദ്ദേഹം മൃതദേഹവും മറ്റനുബന്ധ വസ്തുക്കളും പരിശോധിച്ചു. ഈ കേസിലെ ഏറ്റവും നിർണായകവും എന്നാൽ പോലീസിനെ ഏറ്റവും കുഴക്കാൻ പോകുന്നതുമായ തെളിവ് അദ്ദേഹമാണ് കണ്ടെത്തിയത്. പരേതന്റെ ട്രൗസറിന്റെ വേസ്റ്റ് ബാൻഡിനോട് ചേർന്ന് അതിസൂക്ഷ്മമായി തുന്നിപ്പിടിപ്പിച്ചൊരു പോക്കറ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ജോൺ ക്ലീലാൻഡിന് ഒരു പേപ്പർ ചുരുൾ കിട്ടി. അതിൽ 2 വാക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്: തമാം ശുദ്ധ്. പിന്നീട് അന്വേഷണം ആ വാക്കിനെ ചുറ്റിപ്പറ്റിയായി.
ആ വാക്കുകൾ 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പേർഷ്യൻ കവി ഒമർ ഖയാമിന്റെ റുബയ്യാത്ത് എന്ന കൃതിയിൽ നിന്നുള്ളതായിരുന്നു. അതിനർത്ഥം ഇറ്റ് ഈസ് എൻഡഡ്, അഥവാ അത് അവസാനിച്ചു എന്നതാണ്. പോലീസ് റുബയ്യാത്ത് കേന്ദ്രീകരിച്ച് അന്വേഷണം തുടർന്നു. എന്നാൽ അതൊട്ടും എളുപ്പമായിരുന്നില്ല. എഡ്വേർഡ് ഫിറ്റ്സ്ജെറാൾഡിന്റെ വിവർത്തനത്തോടെ ഓസ്ട്രേലിയയിൽ വ്യാപകമായി വായിക്കപ്പെട്ടൊരു കൃതിയായിരുന്നു ഒമർ ഖയാമിന്റെ റുബയ്യാത്ത്. അതിന് നിരവധി എഡിഷനുകളും പുറത്തിറങ്ങിയിരുന്നു. റുബയ്യാത്ത് കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ അന്വേഷണം വഴിമുട്ടാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. പരേതന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ പേപ്പർ ചുരുൾ അതൊരു സാധാരണ എഡിഷനിൽ നിന്നുള്ളവയായിരുന്നില്ല. കുറച്ച് ഫാൻസിയായ റെയറായ ഒരു ന്യൂസിലൻഡ് എഡിഷനിൽ നിന്നുള്ളവയായിരുന്നു അത്. അതോടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസിന്റെ അന്വേഷണം വഴിമുട്ടി. ലൈബ്രറികൾ, ബുക്ക് സ്റ്റാളുകൾ, പ്രസാധകർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒന്നും ഫലം കണ്ടില്ല. ഇതിനിടയിൽ മൃതദേഹത്തിന് കേടുപാടുകൾ സംഭവിച്ചു തുടങ്ങിയിരുന്നു. ഇനി അധികകാലം ഇത് സൂക്ഷിക്കാൻ പറ്റില്ലെന്ന് പോലീസിന് മനസ്സിലായി. ഒടുവിൽ പരേതന്റെ മുഖത്തിന്റെ ഒരു കാസ്റ്റ് എടുത്തതിനു ശേഷം മൃതദേഹം പോലീസ് സംസ്കരിച്ചു. അതിന്റെ കല്ലറയിൽ എഴുതിയത് ഇപ്രകാരമായിരുന്നു: ഹിയർ ലൈസ് ദ അൺനോൺ മാൻ ഫൗണ്ട് അറ്റ് സോമർട്ടൺ ബീച്ച് 1 ഡിസംബർ 1948. ആ ഇടയ്ക്കാണ് കേസിൽ ഒരു വഴിത്തിരിവ് സംഭവിക്കുന്നത്. ഈ സംഭവം നടന്ന 8 മാസത്തിന് ശേഷം റുബയ്യാത്തിന്റെ ഒരു കോപ്പിയുമായി ഒരു മനുഷ്യൻ അഡ്ലെയ്ഡ് ഡിറ്റക്റ്റീവ് ഓഫീസിലെത്തി. അയാൾ പറഞ്ഞ കഥ വിചിത്രമായിരുന്നു. മൃതദേഹം കണ്ടെത്തി കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം താനും തന്റെ സഹോദരി ഭർത്താവും കൂടി സോമർട്ടണിലേക്ക് ഒരു ഡ്രൈവ് പോയി. അവർ ബീച്ചിനടുത്തായിരുന്നു കാർ പാർക്ക് ചെയ്തിരുന്നത്. അവർ തിരിച്ച് കാറിലെത്തിയപ്പോൾ കാറിന്റെ ഫ്ലോറിൽ റുബയ്യാത്തിന്റെ ഒരു കോപ്പി കിടക്കുന്നു. അത് തന്റേതാണെന്ന് സഹോദരിയുടെ ഭർത്താവ്, അത് സഹോദരിയുടെ ഭർത്താവിൻ്റെതാണെന്ന് താനും വിചാരിച്ചു അത്രേ. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം അതിനെപ്പറ്റി സംസാരിച്ചില്ല. ബുക്ക് ഭദ്രമായി കാറിന്റെ ഗ്ലൗ ബോക്സിൽ വെക്കുകയും ചെയ്തു. പിന്നീട് റുബയ്യാത്തിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നപ്പോഴാണ് അയാൾ അതിനെപ്പറ്റി ആലോചിക്കുന്നത്. ഗ്ലൗ ബോക്സിൽ നിന്ന് ബുക്ക് എടുത്ത് അയാൾ പരിശോധിക്കുകയും ചെയ്തു. അതിൽ ഈ പ്രസ്തുത പേജ് കാണാനില്ലായിരുന്നു. അതുകൊണ്ടാണ് അയാൾ ആ ബുക്കുമായി ഡിറ്റക്റ്റീവ് ഓഫീസിലെത്തിയത്. പോലീസ് ആ ബുക്ക് പരിശോധിച്ചു. മാഗ്നിഫൈയിങ് ഗ്ലാസ്സിലൂടെ ആ പുസ്തകം പരിശോധിച്ച പോലീസ് കണ്ടത് അതിനുള്ളിൽ ഒരു ഫോൺ നമ്പരും ഒരു സീക്രട്ട് കോഡും രഹസ്യമായി ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോൺ നമ്പറിനെ പറ്റി പോലീസ് അന്വേഷിച്ചു. അത് സോമർട്ടൺ ബീച്ചിനടുത്ത് താമസിച്ചിരുന്ന ജെസിക്ക തോംസൺ എന്ന് പറയുന്ന ഒരു നേഴ്സിൻ്റെതായിരുന്നു. പോലീസ് അവരെ ചോദ്യം ചെയ്തു. അവർ യുദ്ധസമയത്ത് റുബയ്യാത്തിന്റെ ഒരു കോപ്പി ആൽഫ്രഡ് ബോക്സൽ എന്ന് പറയുന്ന ഒരാൾക്ക് കൊടുത്തിരുന്നതായി അവർ പറഞ്ഞു. പോലീസിന് ആശ്വാസമായി. കേസ് തെളിയാൻ പോകുന്നു. മരണപ്പെട്ടത് ആൽഫ്രഡ് ബോക്സലാണ്. അവർ ആൽഫ്രഡ് ബോക്സലിന്റെ വീട് കണ്ടെത്തി. ന്യൂ സൗത്ത് വെയിൽസിലായിരുന്നു അത്. അങ്ങനെ ആൽഫ്രഡ് ബോക്സലിന്റെ വീട്ടിലെത്തിയ പോലീസിന് നിരാശയായിരുന്നു ഫലം. കാരണം ആൽഫ്രഡ് ബോക്സൽ ജീവനോടെ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ജെസിക്ക കൊടുത്ത റുബയ്യാത്തിന്റെ കോപ്പി കേടുപാടുകളൊന്നും കൂടാതെ തന്നെ ആൽഫ്രഡിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പോലീസ് കുഴങ്ങി. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായി ഒരു വഴിയും കണ്ടില്ല. ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. ജെസിക്കയെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പരേതന്റെ മുഖത്തിന്റെ കാസ്റ്റ് അവരെ കാണിച്ചു. അത് കണ്ടപ്പോൾ അവർ ഞെട്ടുകയും മോഹാലസ്യപ്പെടുന്നത് പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്തു. എങ്കിലും ആ മനുഷ്യനെ അറിയില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിന്നു. പോലീസ് പിന്നീട് ചോദ്യം ചെയ്തെങ്കിലും അവരുടെ നിലപാടിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അതിനെ ചുറ്റിപ്പറ്റി മുന്നോട്ട് പോകാനുമായില്ല. ബുക്കിൽ നിന്ന് കണ്ടെത്തിയ സീക്രട്ട് കോഡുകളാവട്ടെ അതും മുന്നോട്ട് പോകാൻ പോലീസിനെ സഹായിച്ചില്ല. അങ്ങനെ കേസ് എന്നേക്കുമായി വഴിമുട്ടി. മൃതദേഹം കണ്ടെത്തി 10 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1958 കൊറോണർ ഫൈനൽ റിപ്പോർട്ടിൽ ഇങ്ങനെ എഴുതി: ഈ മരിച്ചയാൾ ആരെന്നോ അയാൾ എങ്ങനെയാണ് മരിച്ചതെന്നോ മരണത്തിന്റെ കാരണമെന്തെന്നോ കണ്ടെത്താനായിട്ടില്ല. അങ്ങനെ ആ കേസ് അവിടെ നിന്നു. പിന്നീട് പലരും ഇതിനു പിന്നിലെ രഹസ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നീണ്ട 74 വർഷങ്ങൾക്ക് ശേഷം മരണപ്പെട്ടത് കോൾ വെബ് എന്ന് പറയുന്ന ഒരു മെൽബൺ സ്വദേശിയായ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെന്ന് ഫിസിസിസ്റ്റായ ഡെറക് ആബോട്ടും ജീനോമിസ്റ്റായ കോളിൻ ഫിറ്റ്സ്പാട്രിക്കും DNA പരിശോധനയിലൂടെ അഭിപ്രായപ്പെടുകയുണ്ടായി. എന്നാൽ പോലീസ് ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ശരിക്കും അന്ന് 1948 ഡിസംബർ 1 സോമർട്ടൺ ബീച്ചിൽ എന്താണ് സംഭവിച്ചത്? ആരായിരുന്നു മരണപ്പെട്ടയാൾ? പിൽക്കാലത്ത് ഡെറിക് ആബോട്ടും കോളിൻ ഫിറ്റ്സ്പാട്രിക്കും അഭിപ്രായപ്പെട്ടതുപോലെ കോൾ വെബ് എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയർ തന്നെ ആയിരുന്നു അതോ അത് മറ്റാരെങ്കിലും ആണോ? അന്ന് ആ ചോദ്യം ചെയ്യലിനിടയിൽ എന്തുകൊണ്ടായിരിക്കും ആ നേഴ്സ് പരേതന്റെ കാസ്റ്റ് കണ്ട് ഞെട്ടിയത്? പിന്നീട് എന്തുകൊണ്ടായിരിക്കും പോലീസിന് അതിനെ ചുറ്റിപ്പറ്റി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരുന്നത്? എങ്ങനെയായിരിക്കും അവരുടെ വഴിമുട്ടിയത്? സോമർട്ടൺ മാൻ എന്നറിയപ്പെട്ട ആ മനുഷ്യനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢത ഇന്നും അതുപോലെ തന്നെ തുടരുന്നു. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.